ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡ്രൈ സ്കിന്നുകാർക്കുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടെ അമർത്താൻ മറക്കരുത്. അപ്പോൾ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർ മെയിനായിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ആക്കി വെക്കുക. നമ്മളൊരു ദിവസം ഒരു 2 ലിറ്റർ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ മോയ്സ്ചറൈസർ ഇടുന്ന മോയ്സ്ചറൈസർ ആണെങ്കിലും ഫേസ് വാഷ് ആണെങ്കിലും സൺ പ്രൊട്ടക്ഷൻ ക്രീം ആണെങ്കിലും അത് ഡ്രൈ സ്കിന്നുകാർക്ക് ഓരോ സ്കിൻ ടൈപ്പിനായിട്ട് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നോക്കി വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക, അതാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഫേസിൽ നമ്മൾ സോപ്പ് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇതൊക്കെയാണ് ഒരു ഡ്രൈ സ്കിന്നുകാർ മെയിൻലി ഒന്ന് നോക്കേണ്ടത്. അപ്പോൾ തന്നെ നമുക്ക് ഓരോ ചേഞ്ചസ് നമുക്ക് നമ്മുടെ ഫേസിലാണ് നമുക്ക് കണ്ടറിയാൻ പറ്റും. പിന്നെ ചിലർ ചോദിക്കാറുണ്ട്, ഈ ആക്നെയും പിഗ്മെൻറ്റേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നൊക്കെ വന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ സലോണിലൊക്കെ വന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ നമുക്ക് സലോണിലെന്ന് പറഞ്ഞാൽ മാക്സിമം നമുക്കൊന്ന് നോക്കാനേ പറ്റത്തുള്ളൂ. അപ്പം മെയിനായിട്ട് നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് ഒരു ഒപ്പീനിയൻ നിങ്ങൾ നോക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.